സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മേജർ പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ആൻഡ് റാൻഡം വേരിയബിൾസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോകളിൽ സോൾവ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആൻഡ് എക്സ്പ്ലെയിൻ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. Two or more events or outcomes are said to be equally likely if they have the same chance of occurrence in a trial. അപ്പം നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ ഓരോ പ്രാവശ്യം നടത്തുന്നതിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയുന്നത്. അതിൽ രണ്ടോ അതിലധികം ഇവൻറ്റ്സുകൾക്കോ സംഭവിക്കാൻ ഒരേ സാധ്യതയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, സെയിം ചാൻസ് ഓഫ് ഒക്കറൻസ്. അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. രണ്ട് കിട്ടാനും ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒരേ സാധ്യതയാണ്. അപ്പോൾ ദേ ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. അതേമാതിരി നമ്മളൊരു ഡൈ ത്രോയിങ് എക്സ്പെരിമെൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ 1 മുതൽ 6 വരെയുള്ള എല്ലാ നമ്പേഴ്സ് കിട്ടാനും ഒരേ സാധ്യതയാണ്. സോ ദേ ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഇനി നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ അത് പറയുന്നത്, ഇഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് ഇൻ എൻ ഈക്വലി ലൈക്ലി, mutually exclusive and exhaustive number of cases, out of which m cases are favorable to the occurrence of an event A, then the probability of the event A is given by P of A is equal to favorable number of cases divided by exhaustive number of cases, that is equal to m by n. അപ്പം ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കമ്മുകളെല്ലാം ഈക്വലി ലൈക്ലിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കണം. ആൻഡ് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസും ആയിരിക്കണം. അതായത് ഇപ്പം 5 ഔട്ട്കംസ് 6 ഔട്ട്കംസ് അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഔട്ട്കംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് ആവുകയാണെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈക്വലി ലൈക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ആ കേസുകളിൽ ആണ് നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്നത് ഒരു ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഫേവറബിളായിട്ട് എത്ര കേസസ് ഉണ്ട് ഇവൻറ്റ് നടക്കാൻ, ഡിവൈഡഡ് ബൈ ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ടോട്ടൽ അല്ലെങ്കിൽ എക്സോസ്റ്റീവ് എത്ര കേസസുകളുണ്ട് അതിൻ്റെ റേഷ്യോ ആണ്, ദറ്റ് ഈസ് m by n ആണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡെഫിനിഷനിൽ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ബിഫോർ ഡൂയിങ് ദ ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടന്നാൽ ഇന്ന ഇവൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഇത്രയായിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാതെയാണ് കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ലാസിക്കൽ ഡെഫിനിഷൻ വഴി കിട്ടുന്ന പ്രോബബിലിറ്റീനെ ബിഫോർ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് ആയതുകൊണ്ട് എപ്രയോറി പ്രോബബിലിറ്റി എന്നുകൂടി നമ്മൾ പറയും. ഇറ്റ്സ് ഓൾസോ കോൾഡ് എപ്രയോറി പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, if A, B and C are mutually independent events with respective probabilities 0.3, 0.4 and 0.6, find probability of A union B union C. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമുക്ക് 3 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, A, B and C. ദേ ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. അപ്പം പി ഓഫ് എ തന്നിരിക്കുന്നത് 0.3 ആണ്, പി ഓഫ് ബി തന്നിരിക്കുന്നത് 0.4 ആണ്, ആൻഡ് പി ഓഫ് സി തന്നിട്ടുള്ളത് 0.6 ആണ് അല്ലേ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പം ഒരു 3 ഇവൻറ്റ്സിൻ്റെ യൂണിയൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്.
അത് വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിനെ എങ്ങനെ എഴുതാമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബൈ എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പിന്നെ വരുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് ഒരു ടേമും കൂടിയുണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിനെ എഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ ബി ആൻഡ് സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്നാണ് അല്ലേ. അപ്പം 3 ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ നമുക്കവരെ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം എ ബി സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് മീൻസ് നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴുള്ള കേസുകളാണ് പറയുന്നത്. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി വന്നാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി വന്നാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. ആൻഡ് ഓൾസോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിനെ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്നെഴുതാൻ പറ്റും. അപ്പം ഇതാണ് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ആയാലുള്ള കാര്യങ്ങൾ. ഇഫ് എ ബി സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്, ഈ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റീസിനെല്ലാം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് എന്ന രീതിയിൽ എഴുതാം. 2 ഇവൻറ്റ്സ് ആണെച്ചാലും 3 ഇവൻറ്റ്സ് ആണെച്ചാലും ഒക്കെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ ഈ പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിൻ്റെ എക്സ്പാൻഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ നമ്മളതിനെ എഡീഷൻ തിയറം വെച്ച് എഴുതിയതിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ടേമുകളെല്ലാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി, എ ഇൻ്റർസെക്ഷൻ സിൻ്റെ പ്രോബബിലിറ്റീനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. അപ്പോൾ അതേമാതിരി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യുന്നത്. therefore നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ക്യാൻ ബി റിട്ടൺ ആസ്, ആദ്യത്തെ ടേമുകൾ സിംഗിൾ എലിമെൻറ്റ്സ് ആണ്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. ഓക്കെ, മൈനസ് ഇനി ഇൻ്റർസെക്ഷൻ ടേമുകളാണ്, രണ്ട് ഐറ്റത്തിൻ്റെ ഇൻ്റർസെക്ഷൻ ടേമുകളാണ്. അപ്പോൾ അവരെ നമ്മൾ പ്രോഡക്റ്റായിട്ട് എഴുതാം. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി മൈനസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. പിന്നെ വന്നിരുന്നത് 3 ടേമുകളുടെ ഇൻ്റർസെക്ഷനാണ്. അവരെ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇവരുടെ പി ഓഫ് എയുടെയും പി ഓഫ് ബിയുടെയും പി ഓഫ് സിയുടെയും വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ നമ്മളവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ പി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 0.3 എന്നാണ്, പി ഓഫ് ബി 0.4 ആൻഡ് പി ഓഫ് സി ഇസ് 0.6 അവിടെ കൊടുത്തു. മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 0.3 ഇൻറ്റു 0.4 മൈനസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി 0.4 ഇൻറ്റു 0.6 മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി 0.3 ഇൻറ്റു 0.6 പ്ലസ് 0.3 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 എന്നാണ് നമുക്ക് വരുന്നത് അല്ലേ. ഇനി നമുക്ക് അവർ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം നമ്മൾ ഈ സിംഗിൾ ടേംസിനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ 1.3 എന്ന് കിട്ടും. പിന്നെ അടുത്ത ടേം 0.12 എന്ന് വരുന്നു, മൈനസ് 0.24 എന്ന് വരുന്നു, മൈനസ് 0.18 പ്ലസ് 3 പേരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.072 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
we'll get the answer as 0.832. അതാണ് probability of A union B union C when A, B and C are mutually independent. അടുത്ത question. A box contains 6 green, 8 white and 4 red balls. 2 balls are randomly chosen from the box. Find the probabilities of the balls are green, the balls are 1 green and 1 red, the balls are white. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബോക്സ് എങ്ങനത്തെയാണ്? ആ ബോക്സിൽ 6 ഗ്രീൻ, 8 വൈറ്റ് ആൻഡ് 4 റെഡ് ബോൾസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ബോക്സ് വരച്ചിട്ട് നമ്മളെപ്പോഴും അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് അതിൻ്റെ താഴെ എഴുതും അല്ലേ? അപ്പോൾ അതായത് ടോട്ടൽ 18 ബോൾസ് ഉള്ള ഒരു ബോക്സാണ് നമ്മളെ കയ്യിലുള്ളത്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 2 ബോളുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ബോൾസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പം ടോട്ടൽ 18 ബോൾസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ 2 ബോൾസ് സെലക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുന്നു. അത് എല്ലാ ഈ ക്വസ്റ്റ്യനുകൾക്കും ബാധകമാണ്. N, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് N is equal to നമുക്ക് പറയാം 18C2 ആണ്. അപ്പോൾ നമ്മൾ 18C2 എന്ന് എഴുതി വെച്ചു അല്ലേ? ഇനി നമുക്ക് ഓരോ ഇവൻറ്റ്സ് ആയിട്ട് നോക്കാം. ഓരോ ഇവൻറ്റ്. അപ്പോൾ ആദ്യത്തെ ഇവൻറ്റ് നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് നമ്മൾ 2 ബോളുകളാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബോളുകളും ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഗ്രീൻ ബോൾസ്. അപ്പോൾ നമ്മൾ ബൈ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് ഇസ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. വിച്ച് ഈസ് നമ്മൾ ഫേവറബിൾ നമ്പറിനെ M കൊണ്ടും ടോട്ടൽ നമ്പർ ഓഫ് കേസുകളെ N കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓൾറെഡി നമുക്കറിയാം. ഇറ്റ് ഈസ് 18C2 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇവൻറ്റിനുള്ള ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എത്രയാണ്, അതായത് 2 ഗ്രീൻ ബോൾ കിട്ടാൻ എത്ര ഫേവറബിൾ കേസസ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ ആകെ എത്ര ഗ്രീൻ ബോൾസ് ആണുള്ളത്? 6 ഗ്രീൻ ബോൾസ് ആണ് നമുക്കുള്ളത്. ആ 6 ഗ്രീൻ ബോൾസിൻ്റെ ഇടയിൽ നിന്ന് വേണം നമുക്ക് 2 ഗ്രീൻ ബോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് എത്ര രീതിയിൽ സാധിക്കാം? 6 ബോളുകളുടെ ഇടയിൽ നിന്ന് 2 ഗ്രീൻ ബോൾസ് നമുക്ക് സെലക്ട് ചെയ്യണം. അത് നമുക്ക് 6C2 വേസിൽ പോസിബിളാണ്. അപ്പോൾ നമ്മൾ റിക്വയർഡ് പ്രോബബിലിറ്റി എന്താണ്? 6C2 by 18C2 ആണ്. നമ്മളതിനെ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 5/51 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. 5/51. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ബോൾസ് ആർ 1 ഗ്രീൻ ആൻഡ് 1 റെഡ്. അപ്പോൾ നമ്മൾ 2 ബോളുകളാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ 1 ഗ്രീനും ആൻഡ് 1 റെഡും ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് ബൈ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഇസ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് വിച്ച് ഇസ് ഈക്വൽ ടു M/N എന്ന് നമുക്ക് പറയാം. N നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 18C2. ഇനി നമുക്ക് ഫേവറബിൾ കേസസ് 1 റെഡ് 1 ഗ്രീൻ അല്ലേ, അത് രണ്ടും കിട്ടാൻ എത്രയാണ് ഫേവറബിൾ കേസസ് നോക്കാം. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ നോക്കി, ബോക്സിൻ്റെ ഉള്ളിൽ നോക്കി. ബോക്സിൻ്റെ ഉള്ളിൽ 6 ഗ്രീൻ ബോൾസ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്കൊരു ഗ്രീൻ ബോൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം 6C1 ബേസിൽ അത് സാധിക്കും. പിന്നെ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു ഇട്ട് കൊടുക്കണം. ആൻഡ് 1 റെഡ് ബോൾ വേണം. അപ്പോൾ നമ്മളെ കയ്യിൽ എത്ര റെഡ് ബോൾസ് ആണുള്ളത്? 4 റെഡ് ബോളാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം 1 റെഡ് ബോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 6C1 ഇൻറ്റു 4C1 അത്ര ഫേവറബിൾ കേസസ് ആണ് നമുക്കുള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് ഓൾവേസ് 18C2. അത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലാണ്, അത് മാറില്ല. ഫേവറബിൾ കേസസ് ആണ് ഓരോ ഇവൻറ്റ് വരുമ്പോൾ മാറാൻ പോകുന്നത്. അപ്പം ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ
8 divided by 51. Answer is 8 divided by 51. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോൾസ് ആർ വൈറ്റ്. നമ്മൾ 2 ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് എഗെയിൻ ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് m/n. n is already 18C2 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് m ഫേവറബിൾ കേസസ് 2 വൈറ്റ് കിട്ടണം. അപ്പോൾ നമ്മളടുത്ത് എത്ര വൈറ്റുകളാണ് ഉള്ളത്? ബോക്സിൻ്റെ ഉള്ളിൽ 8 വൈറ്റ് ബോളുകളാണുള്ളത്. അപ്പോൾ 8 വൈറ്റ് ബോളിൻ്റെ ഇടയിൽ നിന്ന് വേണം ഞാൻ 2 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാൻ. അത് എത്ര രീതിയിൽ നമുക്ക് നടത്താം? 8C2 വേസ്. സോ ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് 8C2 divided by 18C2 and the answer is 28 divided by 153. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നമുക്ക് എന്താണ് MGF എന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് PMF ഓർ PDF f of x. അതായത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ PMF എന്ന് വാക്ക് ഉപയോഗിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ PDF f of x. ദെൻ ദ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ MGF ഇസ് ഗിവൺ ബൈ mx of t is equal to expectation of e raised to tx. t എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു summation over x e raised to tx into f of x if x is discrete, or is equal to integral over x e raised to tx f of x dx if x is continuous. ഇങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mx of t ജനറേറ്റ്സ് റോ മൊമെൻറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് റോ മൊമെൻറ്റ്സിനെ ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇനി അടുത്ത പാർട്ടായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. MGFൻ്റെ 2 പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് MCX of t can be written as MX of CT. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? MGF എന്ന് പറഞ്ഞാൽ MX of t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് MCX of t? ഇവിടെ x വന്ന സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? CX ആണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to t into CX, where C is a constant. C ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ഇവിടെ T ഇൻറ്റു C എന്നുള്ള എഴുതുന്നതിന് നമുക്ക് C ഇൻറ്റു T എന്ന് എഴുതിക്കൂടെ? ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഞാൻ ഇതിനെങ്ങനെ എഴുതുന്നു? C ഇൻറ്റു ടി എക്സ് അല്ലേ. അപ്പോൾ C is a constant, T is also a constant. അപ്പോൾ ഇവരെ നമുക്ക് ഒന്നിച്ചെടുക്കാം അല്ലേ. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx ആണെങ്കിൽ നമുക്കതിനെ MX of t എന്ന് എഴുതാം. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to, ഇപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് ഞാൻ CT ആണ് വന്നിരിക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് MX of CT. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇതേപോലെയുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് MAX plus B of t, where A and B are constants, can be written as e raised to bt into MX of AT. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമ്മളിവിടെ MAX plus B of t ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ MX of t എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx. അപ്പം MAX plus B of t, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് AX plus B ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to t ഇൻറ്റു എക്സ് വന്ന സ്ഥാനത്ത് AX plus B ആണ് വന്നിരിക്കുന്നത്. സോ നമ്മളതിനെ ഇങ്ങനെ എഴുതി.
ഇനി നമുക്കിവിടെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് അല്ലേ, ഈ ടി നമുക്ക് ഈ ടേമുകൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇ റേസ് ടു ഞാനിങ്ങനെ എ ടി എക്സ് എന്ന് എഴുതുന്നു പ്ലസ് ബി ടി. ഓക്കെ, ഞാൻ ഈ ബ്രാക്കറ്റ് മാറ്റി ടീനെ ഈ രണ്ട് ടേമിനും കൊടുത്തു. എ ടി ഇൻറ്റു എക്സ് പ്ലസ് ബി ടി. അപ്പോൾ ഇവിടെ ഇ റേസ് ടു എ ടി എക്സ് പ്ലസ് ബി ടി ആണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു എ ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു ബി ടി എന്ന് നമുക്ക് മാറ്റിയിട്ട് എഴുതാം. അതായത് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബേസ് സെയിം ആണ്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് എഴുതുന്ന പോലെ നമ്മൾ ഇ റേസ് ടു എ ടി എക്സ് പ്ലസ് ബി ടീനെ ഇ റേസ് ടു എ ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു ബി ടി എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ഇവിടെ ഇ റേസ് ടു ബി ടി എന്ന് പറയുന്നത് എക്സ് ഇല്ലാത്തൊരു ടേമാണ്, ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ് അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്കൊരു എക്സ്പെക്റ്റേഷനുള്ളിൽ നിന്ന് അതേപോലെ പുറത്തേക്ക് എടുക്കാം. അത് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. എക്സ്പെക്റ്റേഷനുള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റിനെ അതേപോലെ നമുക്ക് പുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ബി ടീനെ ഞാൻ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ എക്സ്പെക്റ്റേഷനുള്ളിൽ ബാക്കി ആരാ ഉള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു എ ടി എക്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എം ജി എഫിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ നമുക്കറിയാം എം എക്സ് ഓഫ് ടി ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ്. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എം എക്സ് ഓഫ് ടി എന്ന് എഴുതാം. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടിക്ക് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എ ടി ആണ് വന്നിരിക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇ റേസ് ടു ബി ടി ഓൾറെഡി ഉണ്ട്. ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എം എക്സ് ഓഫ് ടിക്ക് പകരം എം എക്സ് ഓഫ് എ ടി എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എക്സ്പ്ലെയിൻ ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, then the function f of x is equal to probability of capital X is equal to small x is called the probability mass function or PMF of x if it satisfies the following condition. അപ്പോൾ PMF എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഇതിനെ നമ്മൾ PMF എന്ന് വിളിക്കണമെങ്കിൽ അത് ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? f of x is greater than or equal to 0 for every x and summation over x f of x is equal to 1. That is total PMF is equal to 1. ഇനി അടുത്തത് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും പറയും. അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് ദ PMF or PDF f of x. അപ്പോൾ നമ്മളിവിടെ ജനറലായിട്ടാണ് പറയുന്നത്. ദെൻ ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF of x is given by ക്യാപിറ്റൽ f of x is equal to CDFനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ f of x കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, which is equal to probability that capital X less than or equal to small x, which is equal to summation minus infinity to x f of x if x is discrete. അപ്പോൾ നമ്മളൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എഫ് ഓഫ് 3 ആണ് എനിക്ക് കാണേണ്ടതെങ്കിൽ അത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എന്താ ചെയ്യണത്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം എക്സിൻ്റെ വാല്യൂ 3 3നെക്കാട്ടും കുറയാനുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ CDF എന്ന് പറയുന്നത് അല്ലേ. അപ്പം എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ 3 ആണെങ്കിൽ ഞാൻ എക്സ് 3 ആണ് എടുത്തതെങ്കിൽ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ നമ്മൾ 3 വരെ ആരെ ആഡ് ചെയ്യും? എഫ് ഓഫ് എക്സിനെ നമ്മുടെ PMFനെ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. f of x, capital F of x is defined for all real values of x.
f of minus infinity is equal to 0 and f of plus infinity is equal to 1. If a is less than b, then f of a is less than or equal to f of b. That is, f of x is a non-decreasing function. If x is a discrete random variable, then the graph of capital F of x will be a step function. If x is a discrete random variable, then probability of a less than x less than or equal to b is equal to f of b minus f of a. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റാൻഡം വേരിയബിൾ എക്സ് with PDF f of x is equal to 6x into 1 minus x, 0 less than x less than 1. Find the PDF of y is equal to 2x. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ അതിൻ്റെ PDF നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഒരു ഫങ്ഷൻ അതാണ് 2 times x. അതിന് നമ്മൾ y എന്ന് പേര് കൊടുത്തിരിക്കുന്നു. വൈൻ്റെ PDF ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ കാര്യം എഴുതാം. എക്സിൻ്റെ PDF f of x is equal to 6x into 1 minus x. അതിൻ്റെ എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻ്റെ PDF ആണ് കാണേണ്ടത്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to 2x എന്ന് തന്നിട്ടുണ്ട്. നൗ PDF ഓഫ് y നമ്മളതിനെ g ഓഫ് y എന്ന് കൊടുക്കാൻ പോവുക. PDF ഓഫ് y g ഓഫ് y എന്ന് നമ്മൾ കൊടുക്കുന്നു. നമ്മളെ ഡെഫിനിഷൻ പ്രകാരം ചേഞ്ച് ഓഫ് വേരിയബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ g ഓഫ് y ക്യാൻ ബി റിട്ടൺ ആസ് f ഓഫ് x ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dy ബൈ dx. ഇങ്ങനെയാണ് നമ്മൾ വൈൻ്റെ PDF കാണുക. എങ്ങനെയാണ് കാണുക? f ഓഫ് എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dy ബൈ dx ആണ് കാണേണ്ടത്. അപ്പം നമുക്ക് y is equal to 2x എന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ വാട്ട് ഈസ് dy ബൈ dx? ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2x ആണ്. 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ അതിൻ്റെ മോഡുലസ് എടുക്കുന്നു. അപ്പം 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ തന്നെയാണ്. അപ്പോൾ മോഡുലസ് എടുത്താൽ നമുക്ക് എന്താണ് വന്നു? 2 എന്നുള്ള ആൻസർ കിട്ടി. അപ്പം മോഡുലസ് ഓഫ് dy ബൈ dx ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് g ഓഫ് y? g ഓഫ് y ഇസ് ഈക്വൽ ടു f ഓഫ് എക്സ് ഇൻറ്റു വാട്ട് ഈസ് f ഓഫ് എക്സ്? 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 ബൈ മോഡുലസ് ഓഫ് dy ബൈ dx ദാറ്റ് ഈസ് 2. അപ്പം ഇവിടെ 2 കിട്ടി. അപ്പോൾ 2ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് എഴുതാം. പക്ഷെ നമ്മൾ വൈൻ്റെ PDF ആണ് എഴുതുന്നത്. അത് ആരുടെ ടേംസിൽ വേണം? വൈൻ്റെ ടേംസിൽ തന്നെ എഴുതണ്ടേ. ഇവിടെ നമുക്ക് എക്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം y is equal to എന്താണ്? 2x ആണ് അല്ലേ. അല്ലെങ്കിൽ എക്സിനപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to y ബൈ 2 എന്ന് എഴുതിക്കൂടെ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം y ബൈ 2 എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു y ബൈ 2 ഇൻറ്റു 1 മൈനസ് y ബൈ 2 ഇങ്ങനെ എഴുതും അല്ലേ. വൺസാൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 3y ബൈ 2 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ 2 മൈനസ് y ബൈ 2 എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 3/4 y ഇൻറ്റു 2 മൈനസ് y എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് നമുക്ക് g ഓഫ് y കിട്ടുന്നത്. അപ്പോൾ g ഓഫ് y കിട്ടി. ഇനി നമുക്കതിൻ്റെ റേഞ്ച് കൂടി പറയണം അല്ലേ. അപ്പം y is a ഫങ്ഷൻ ഓഫ് എക്സ്. y എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ വൈൻ്റെ റേഞ്ച് എക്സിൻ്റെ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് എക്സ് നമുക്ക് നോക്കാം. റേഞ്ച് ഓഫ് എക്സ് എന്താണ്? 0 to 1 ആണ്. 0 മുതൽ 1 വരെയാണ് എക്സിൻ്റെ റേഞ്ച്.
അപ്പം 0 ആണ് സ്റ്റാർട്ടിങ്, 1 ആണ് അതിൻ്റെ എൻഡിങ്. 0 മുതൽ 1 വരെയാണ് എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് റേഞ്ച് ഓഫ് വൈ ആണ്. വൈ ഏത് മുതൽ ഏത് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് 0 ആവുമ്പോൾ വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ ഇസ് 2 ടൈംസ് എക്സ് അല്ലേ. അപ്പം വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 എന്ന് വരും. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ വൈ തന്നെയാണ് 0 തന്നെയാണ്. ഇനി എക്സിൻ്റെ ആ എൻഡിങ് വാല്യൂ നോക്കി, എക്സ് 1 ആവുമ്പോൾ വാട്ട് ഈസ് വൈ? വൈ ഇസ് ഈക്വൽ ടു 2x, ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 ആണ്. അപ്പം വൈൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പം എക്സ് 0 മുതൽ 1 വരെ പോകുമ്പോൾ വൈ 0 മുതൽ 2 വരെയാണ് പോകുന്നത് അല്ലേ. അപ്പം വൈൻ്റെ PDF നമ്മൾ എഴുതി, ഒപ്പം തന്നെ അതിൻ്റെ റേഞ്ചും എഴുതണമല്ലോ. അപ്പോൾ വൈൻ്റെ റേഞ്ച് എന്താണ്? 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 2, ദാറ്റ് ഈസ് വൈ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 2 എന്ന് കൂടി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മൂമെൻറ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അപ്പോൾ ആദ്യം നമുക്ക് സ്ക്യൂനെസ് നോക്കാം. സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. സിമെട്രി ഇല്ലാത്തൊരവസ്ഥേനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ദ ഗ്രാഫ് ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ക്യാൻ ഐദർ ബി സിമെട്രിക്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഓർ നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ് ഒന്നില്ലെങ്കിൽ സിമെട്രിക് ആവാം. അപ്പോൾ സിമെട്രിക് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേവ് അങ്ങനെ സിമെട്രിക് ആയിട്ടുള്ളൊരു കേവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ഇങ്ങനെയാണ് ഉണ്ടാവുക, സിമെട്രിക് കേവ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്, ഇങ്ങനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് മൂമെൻറ്റ്സ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് β1. β1 is equal to μ3 square divided by μ2 cube. ഇവിടെ μ3 എന്ന് പറയുന്നത് തേർഡ് സെൻട്രൽ മൂമെൻ്റ് ആണ്, ആൻഡ് μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൂമെൻറ്റ് വിച്ച് ഇസ് ദ വേരിയൻസ്. ആൻഡ് ഒന്നുകൂടിയുണ്ട് γ1 which is equal to root of β1 which is equal to μ3 divided by root of μ2 cube. Or this can also be written as, ഇത് നമുക്ക് മനസ്സിലാൽ μ3 ഡിവൈഡഡ് ബൈ μ2 എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വേരിയൻസിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അപ്പം μ2 ക്യൂബ്, റൂട്ട് ഓഫ് μ2 ക്യൂബ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് μ2 ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, അതിൻ്റെ ക്യൂബായിട്ട് നമുക്കിതിനെ എടുക്കാം. അപ്പം μ3 ഡിവൈഡഡ് ബൈ സിഗ്മ ക്യൂബ് എന്നുകൂടി നമുക്ക് γ1 എഴുതാം. അപ്പം എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി നെഗറ്റീവ്ലി സ്ക്യൂഡ്, സിമെട്രിക് ഓർ പോസിറ്റീവ്ലി സ്ക്യൂഡ് അക്കോർഡിംഗ് ആസ് γ1 is less than, equal to or greater than 0. അപ്പം നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ സിമെട്രിക് ആണോ എന്നുള്ളത് നമുക്ക് β1 നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം β1 is already a പോസിറ്റീവ് ക്വാണ്ടിറ്റി, μ3യുടെ സ്ക്വയർ ആണ്, μ2ൻ്റെ ക്യൂബാണ്, പക്ഷെ μ2 ഈസ് വേരിയൻസ് അല്ലേ. അപ്പോൾ അതെന്തായാലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് β1ൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ γ1 നോക്കിയിട്ട് പറയും. അപ്പോൾ γ1ൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. γ1 0 ആണെച്ചാൽ സിമെട്രിക്. γ1 പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഓർ γ1 മാറുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? μ3നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. Or we can say the distribution is negatively skewed if μ3 is less than 0, symmetric if μ3 is equal to 0, and positively skewed if μ3 is greater than 0. അടുത്തത് നമുക്ക് കർട്ടോസിസ് നോക്കാം. കർട്ടോസിസ് മെഷേഴ്സ് ദ പീക്ക്നെസ് ഓഫ് ദ കർവ് ഓഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എത്രത്തോളം പീക്ക്ഡ് ആണ് എന്നതാണ് നമുക്ക് കർട്ടോസിസ് പറഞ്ഞു തരുന്നത്. ദ കർവ് ഓഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഐദർ പ്ലാറ്റികർട്ടിക്, മെസോകർട്ടിക് ഓർ ലെപ്റ്റോകർട്ടിക്. അപ്പോൾ നമ്മൾ കേവ് മെസോകർട്ടിക് ആണ് എന്ന് പറഞ്ഞാലാണ്
നമ്മൾ വല്ലാതെ പീക്ഡും അല്ല വല്ലാതെ ഫ്ലാറ്റും അല്ലാത്ത ഒരു നോർമൽ കേവായിട്ട് വരുന്നത്. ദിസ് ഇസ് മെസോകർട്ടിക് കർവ്. അപ്പോൾ ഇറ്റ് ക്യാൻ ഐദർ ബി മെസോകർട്ടിക് ആവാം. ഇനി മെസോകർട്ടിക് കേവിനെക്കാട്ടും പീക്ഡ് ആയിട്ടുള്ള കേവാണ് വന്നതെങ്കിൽ ഇറ്റ് ഈസ് ലെപ്റ്റോകർട്ടിക്. ഇങ്ങനെയാണ് വന്നതെങ്കിൽ ദിസ് ഈസ് ലെപ്റ്റോകർട്ടിക് കേവ് എന്ന് നമുക്ക് പറയാം. ആൻഡ് നമ്മുടെ മെസോകർട്ടിക് കേവിനെക്കാട്ടും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കേവാണ് വന്നതെങ്കിൽ നമുക്കതിനെ പ്ലാറ്റികർട്ടിക് കേവ് എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പീക്ക്നെസ് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് based on moments. Coefficient of kurtosis beta2, that is equal to mu4 divided by mu2 square, and gamma2 ഉണ്ട്, which is beta2 minus 3. ഇവിടെ mu4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is the fourth central moment, mu2 is the second central moment. അപ്പം a probability distribution will be platykartic, mesokartic or leptokartic according as beta2 less than ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ബീറ്റ2ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ബീറ്റ2 3 ആവുമ്പോഴാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ് മെസോകർട്ടിക് ആവുന്നത്. 3നെക്കാട്ടും കുറവായാൽ അത് പ്ലാറ്റികർട്ടിക് ആണ്. 3നെക്കാട്ടും കൂടുതൽ വാല്യൂ വന്നാൽ അത് ലെപ്റ്റോകർട്ടിക് ആണ് നമുക്ക് പറയാം. ഓർ ഗാമ2ൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഗാമ2 ലെസ് ദാൻ 0 വരുമ്പോഴാണ് നമ്മളെ കേവ് പ്ലാറ്റികർട്ടിക് ആവുന്നത്. ഈക്വൽ ടു 0 വന്നാൽ മെസോകർട്ടിക് ആൻഡ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ലെപ്റ്റോകർട്ടിക്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x into 1 minus x 0 less than x less than 1. Find the first 3 row moments of x. അപ്പോൾ നമുക്ക് പി ഡി എഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6x ഇൻറ്റു 1 മൈനസ് എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. നമുക്ക് ആദ്യത്തെ 3 റോ മൊമെൻറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ മൊമെൻറ്റ് ഇസ് μ1'. റോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സാണ്. അപ്പം μ1' എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു 1 ആണ്. μ2' എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റോ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ആൻഡ് തേർഡ് റോ മൊമെൻറ്റ് μ3' ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ ഈ 3 എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് μ1' ഓർ ഫസ്റ്റ് റോ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ പി ഡി എഫ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ റേഞ്ച് കണ്ടില്ല, ഒരു കണ്ടിന്യൂസ് റേഞ്ചാണ്. അപ്പം ഇതിൻ്റെ പി ഡി എഫ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ റേഞ്ച് അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് ഇവിടെ 0 to 1 ആണ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം 6 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇൻ്റഗ്രൽ 0 to 1. ഇനി നമുക്കിവിടെ ബ്രാക്കറ്റ് മാറ്റാം. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇൻറ്റു വേറൊരു എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ട്. ആ എക്സ് സ്ക്വയർ കൊണ്ട് 1 മൈനസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1, അപ്പോൾ എക്സ് സ്ക്വയർ വന്നു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ് വന്നു. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം. രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതേമാതിരി എക്സ് ക്യൂബിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 6 കോമൺ ഫാക്ടറായിട്ട് പുറത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 ആൻഡ് ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 മൈനസ് എക്സ് ക്യൂബിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. 6 ഇൻറ്റു എക്സിന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുത്താൽ 1 ക്യൂബ്
1/3 മൈനസ് 0/3 വരും അല്ലേ. അപ്പോൾ മൈനസ് 0/3 എന്ന് വന്നു, മൈനസ് അല്ലേ. ഇനി എക്സിന് 1 കൊടുക്കുന്നു, അപ്പം 1⁴ 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 0/4. അപ്പോൾ ആ ടേം 0 ആയിക്കോളും. അപ്പോൾ സോ വി ഹാവ് 6 ഇൻറ്റു ഇവിടെ 1/3 മൈനസ് 1/4 എന്നാണ് കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 12 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 3 1 കിട്ടി. ഈ 6ഉം 12ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സോ ദ ആൻസർ ഇസ് 1/2. അപ്പോൾ μ1 ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് റോ മൊമെൻറ്റ് μ2 കണ്ടുപിടിക്കാം. μ2 ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 to 1, എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് 6x ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6നെ നമ്മൾ പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നു. എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സും ഉണ്ട്, അപ്പോൾ എക്സ് ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 ബ്രാക്കറ്റ് മാറ്റിയാൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് റേസ് ടു 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5/5. ഇതിൻ്റെ റേഞ്ച് 0 to 1, ഇതിൻ്റെ റേഞ്ചും 0 to 1. ഇനി നമുക്ക് റേഞ്ച് കൊടുക്കാം. അപ്പോൾ 6 ഇൻറ്റു എക്സിന് 1 കൊടുക്കുന്നു, 1/4 മൈനസ് 0 കൊടുത്താൽ 0 ആയിപ്പോയി, മൈനസ് ഇവിടെ രണ്ടാമത്തെ ഇൻ്റഗ്രലിൽ എക്സിന് അഗെയിൻ 1 കൊടുക്കുന്നു, അപ്പോൾ 1/5 മൈനസ് 0 എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 20. ദറ്റ് ഈസ് ഈക്വൽ ടു 6/20 എന്ന് വരാം, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു 3/10. അപ്പോൾ μ2 ഇസ് ഈക്വൽ ടു 3/10 എന്നാണ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് തേർഡ് റോ മൂവ്മെൻറ്റ് കാണാം. ദറ്റ് ഈസ് μ3 ദറ്റ് ഈസ് ഈക്വൽ ടു expectation of x cube, which is equal to integral over x cube into f of x dx, which is integral 0 to 1 x cube into 6x into 1 minus x dx എന്ന് വരുന്നു, which is equal to 6 into integral 0 to 1 എക്സ് ക്യൂബും ഇവിടെ എക്സും ഉണ്ട്, എക്സ് റേസ് ടു 4 ആണ്, അപ്പോൾ അതുകൊണ്ട് 1 മൈനസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 5 ഡി എക്സ് എന്നാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു എക്സ് റേസ് ടു 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 5/5 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 മൈനസ് എക്സ് റേസ് ടു 5നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 6/6 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ഇങ്ങനെയാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/5 എന്ന് കിട്ടും, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 വന്നു, മൈനസ് ഇവിടെ രണ്ടാമത്തെ ഇതിൽ വന്നാൽ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/6 കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് വിൽ ബി 0. അപ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 minus 5 divided by 30, or this is equal to 6/30, or the answer is equal to 1/5. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.